നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി സമീപം ധരായിൽ മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ കാണാതായവർക്ക് വേണ്ടി തെരച്ചിൽ തുടരുകയാണ്. നിരവധി ആളുകളാണ് മണ്ണിനടിയിലായി കാണാതായിരിക്കുന്നത്. സാധാരണ ഗതിയിൽ അവിടെ പലപ്പോഴും ഇത്തരത്തിലുള്ള മിന്നൽ പ്രളയങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ വർഷങ്ങൾ കഴിഞ്ഞ് അത് വീണ്ടും ആളുകളൊക്കെ തന്നെ പഴയ പോലെ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുമ്പോഴാണ് വീണ്ടും ഇത്തരത്തിലൊരു സംഭവങ്ങൾ അവിടെ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മണ്ണിനടിയിൽ നൂറിലധികം ആളുകളെ ആ ഒരു ഗ്രാമം മുഴുവൻ ഒലിച്ചുപോയി എന്നാണ് പറയുന്നത്. അപ്പോൾ 100-ലധികം ആളുകളെയാണ് കാണാതായിരിക്കുന്നത്. അത് ഇനിയും സംഖ്യ കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മണ്ണിനടിയിൽ കുടുങ്ങിയവരെ കണ്ടെത്താൻ കടാവർ നായ്ക്കളെ എത്തിക്കും. അവരെ ഉപയോഗിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ, എത്രയും വേഗം തന്നെ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാനുള്ള നീക്കത്തിലാണ് കേന്ദ്രം. ഡൽഹിയിൽ നിന്ന് വിമാനത്തിലാണ് നായ്ക്കളെ എത്തിക്കുന്നത്. കൂടുതൽ സേനയെ ധരായിലേക്ക് എത്തിക്കുമെന്നാണ് വിവരം. 100ഓളം പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയതായാണ് നിഗമനം. രക്ഷാപ്രവർത്തനത്തിന് NDRF-ഉം SDRF-ഉം ITBP സംഘങ്ങൾ ഇതുവരെ അവിടെയുണ്ട്. 130 പേരെ അപകടസ്ഥലത്ത് നിന്ന് വിവിധ സേനകൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ചാർധാം തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ ഗംഗോത്രിയിലേക്കുള്ള പാതയിലെ പ്രധാന താവളമാണ് ഈ ധരാലി എന്ന് പറയുന്ന മേഖല. ടൗണിലെ വീടുകളും ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും റോഡുകളും ഒഴുകിപ്പോയി. ഇവയുടെ യഥാർത്ഥ കണക്ക് ശേഖരിച്ചു വരികയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ ദുരന്തത്തിന് ഇരയായെന്നും ആശങ്കയുണ്ട്. ധരാലി ദുരന്തമുണ്ടായി മണിക്കൂറുകൾക്കകം സമീപത്തെ സുഖി ടോപ്പിൽ മറ്റൊരു മേഘവിസ്ഫോടനവും ഉണ്ടായി. നദികളിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു. ഇത് രക്ഷാപ്രവർത്തനത്തെയും ദുഷ്കരമാക്കി. വൈദ്യുതി ആശയവിനിമയ സംവിധാനങ്ങൾ തകരാറിലായി. ഇന്നലെ ഉച്ചയ്ക്ക് 1:45 ഈ ഒരു ദുരന്തം സംഭവിച്ചത്. അതിന്റെ നടുക്കുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. വളരെ ചെറിയ അളവിലാണ് ആദ്യം ഈ വെള്ളവും ചെളിയും പാറയൊക്കെ ആയിട്ട് ഒഴുകിയെത്തുന്നത്. പിന്നീട് വലിയ അളവിൽ തന്നെ ഈ ഒരു മേഖലയെ മുഴുവൻ ഒലിച്ചു കൊണ്ടുപോകുന്ന അത്തരത്തിൽ വലിയ വെള്ളപ്പൊക്കമാണ് സംഭവിച്ചത്. ഗീർ ഗംഗ നദിയുടെ വൃഷ്ടിപ്രദേശത്തുണ്ടായ വിസ്ഫോടനമാണ് ദുരന്തം വിതച്ചത്. ഒരു ചെറിയ ഭൂമേഖലയിൽ കുറഞ്ഞ സമയം കൊണ്ട് അതിതീവ്ര മഴ പെയ്യുന്ന പ്രതിഭാസമാണ് മേഘവിസ്ഫോടനം. 21 സെന്റിമീറ്റർ അതിതീവ്ര മഴ പെയ്തുവെന്നാണ് സൂചന. ഔദ്യോഗികമായി 5 മരണമാണ് സ്ഥിരീകരിച്ചത്. 11 സൈനികർ ഉൾപ്പെടെ 100 കണക്കിന് പേരെ കാണാനില്ലെന്നാണ് റിപ്പോർട്ടുകൾ. സൈന്യത്തിന്റെ നേതൃത്വത്തിലും ദേശീയ ദുരന്ത നിവാരണ സേന ഉൾപ്പെടെ തെരച്ചിൽ സജീവമാണ്. MI-17 ചിനൂക്ക് ഹെലികോപ്റ്ററുകളും വിന്യസിച്ചിട്ടുണ്ട്. ധരായിൽ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെടുക്കുകയാണ്. 5 മൃതദേഹങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. ഉത്തരാഖണ്ഡിൽ ഇപ്പോഴും കനത്ത മഴ തുടരുകയാണ്. അതുകൊണ്ടാണ് രക്ഷാപ്രവർത്തനമൊക്കെ തന്നെ ദുഷ്കരമാക്കുന്നത്. റോഡിലെ മണ്ണിടിച്ചിൽ മൂലം രക്ഷാപ്രവർത്തനത്തിന് പോകേണ്ട വാഹനങ്ങളടക്കം മേഖലയിൽ കുടുങ്ങിയിരിക്കുകയാണ്. ജനം TV വാർത്താ സംഘത്തിന്റെ വാഹനവും ഇക്കൂട്ടത്തിലുണ്ട്. അർദ്ധരാത്രിയോടെയാണ് ജനം TV സംഘം ഇവിടെ എത്തിയത്. ഏഷ്യാനെറ്റ് ന്യൂസ് സംഘം സഞ്ചരിച്ച വാഹനവും മണ്ണിൽ പുതഞ്ഞിരുന്നു. ഏറെ നേരം പണിപ്പെട്ടാണ് വാഹനം പുറത്തെടുത്തത്. ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞാണ് മേഘവിസ്ഫോടനത്തെ തുടർന്ന് മിന്നൽ പ്രളയമുണ്ടായത്. ഗീർ ഗംഗ നദിയിലുണ്ടായ വെള്ളപ്പൊക്കം ധരാലി പട്ടണത്തിൽ വൻ നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. 8600 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ വിനോദസഞ്ചാര കേന്ദ്രത്തിലെ മാർക്കറ്റുകൾ, ഹോട്ടലുകൾ, റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾ എന്നിവ ശക്തമായ ഒഴുക്കിൽ ഒലിച്ചുപോയി. രുദ്രപ്രയാഗ്, ഉത്തരകാശി ജില്ലകളിലും 17 മണിക്കൂറിലേറെയായി തുടർച്ചയായി മഴ പെയ്യുകയാണ്. ബാഗേശ്വർ, കോട്ദോർ എന്നിവിടങ്ങളിലും മഴ തുടരുകയാണ്. ബാഗേശ്വറിലെ ഗോമതി, സരയൂ നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്. സുരക്ഷ കണക്കിലെടുത്ത് കേദാർനാഥിലേക്കുള്ള തീർത്ഥാടനത്തിനും നിരോധനമുണ്ട്. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും തീർത്ഥാടകർ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ തുടരണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു. ഉത്തരകാശിയിലെ ധരാലി ഗ്രാമത്തിൽ മേഘവിസ്ഫോടനത്തെ തുടർന്ന് അവിടെ നിന്ന് നിരവധി ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. എത്രത്തോളം ആളുകൾ ആ ഒരു ഗ്രാമത്തിൽ ഇപ്പോഴും കണക്കുകൾ വ്യക്തമല്ല. അതുകൊണ്ട് തന്നെ ഇനിയും മരണസംഖ്യ ഉയരുമെന്നുള്ള ഒരു ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ് അധികൃതർ അടക്കം നൽകുന്നത്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുവെന്ന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഉരുൾപൊട്ടലിൽ മണ്ണും കല്ലും കുത്തിയൊലിച്ചെത്തി ഒരു ഗ്രാമത്തെ ഒന്നാകെ തുടച്ചു നീക്കി പോകുന്ന ഭീതിജനകമായ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. നിരവധി പേർ നിലവിളിക്കുന്നതും ദൃശ്യങ്ങളിൽ നിന്ന് കേൾക്കാം. ഉരുൾപൊട്ടി മിന്നൽ പ്രളയം ഉണ്ടാവുകയും ഒട്ടേറെ വീടുകൾ ഒലിച്ചു പോവുകയും ചെയ്യുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. അവശിഷ്ടങ്ങൾക്കിടയിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഏതായാലും എല്ലാ ടീമും അവിടെ കുതിച്ചെത്തിയിട്ടുണ്ട്. സൈന്യവുമുണ്ട്. തിരച്ചിൽ നടത്തുകയാണ്. പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഹർഷിൽ നിന്ന് 10 കിലോമീറ്റർ അകലെ ഉള്ള ഈ ഒരു സ്ഥലം, അവിടെയാണ് അപകട സ്ഥലം. ഉയർന്ന സ്ഥലത്താണ് ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഹോട്ടലുകളും ഷോപ്പുകളും അടക്കമുള്ള വാണിജ്യ കേന്ദ്രങ്ങളുണ്ട്. നാശനഷ്ടങ്ങൾ വിലയിരുത്തി വരുന്നതേയുള്ളൂ. പക്ഷേ പ്രാഥമിക റിപ്പോർട്ടുകൾ പ്രകാരം കനത്ത വസ്തുനാശം ഉണ്ടായിട്ടുണ്ടെന്നും ജില്ലാ മജിസ്ട്രേറ്റ് അറിയിച്ചിരിക്കുകയാണ്.
ദരായിലെത്തിയ സൈന്യം ആളുകളെ ഒഴിപ്പിക്കാൻ തുടങ്ങി. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും വ്യാപക മഴക്കെടുതിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. 13 ജില്ലകളിലാണ് ഉത്തർപ്രദേശിൽ വെള്ളപ്പൊക്കം ഉണ്ടായിരിക്കുന്നത്. ഗംഗ, യമുന നദികളിലും കരകവിഞ്ഞൊഴുകി. കനത്ത മഴയെ തുടർന്ന് ഹിമാചൽ പ്രദേശിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇതുവരെ 184 പേരാണ് മഴക്കെടുതി മൂലം മരിച്ചത്. വെള്ളക്കെട്ടും മണ്ണിടിച്ചിലും മൂലം 266 റോഡുകൾ അടച്ചിരിക്കുകയാണ്. 1700 കോടി രൂപയുടെ നാശനഷ്ടം സംസ്ഥാനത്തുണ്ടായതായാണ് സർക്കാർ കണക്കുകൾ വ്യക്തമാക്കുന്നത്. നൈനിതാൽ ഹൽദ്വാനി ദേശീയപാതയിലും മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. ഏതായാലും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. അവിടെയുള്ള ജനങ്ങൾക്കൊക്കെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കേരളത്തിലും ഏകദേശം കനത്ത മഴ തന്നെയാണ് തുടരുന്നത്. വടക്കൻ ജില്ലകളിലാണ് ഇന്ന് അതിതീവ്ര മഴയുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പുള്ളത്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലാണ് ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മേഖലകളിൽ അതീവ സുരക്ഷ പറഞ്ഞിട്ടുണ്ട്. കണ്ണൂർ, കാസർഗോഡ്, തൃശൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മലപ്പുറം, വയനാട്, കോഴിക്കോട് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്. ഇതുകൂടാതെ എറണാകുളം, ഇടുക്കി, പാലക്കാട് ജില്ലകളിലും യെല്ലോ അലേർട്ടാണ്. കഴിഞ്ഞ 2 ദിവസമായി കനത്ത മഴ പെയ്തിരുന്ന മധ്യ കേരളത്തിലും തെക്കൻ ജില്ലകളിലും മഴയുടെ ശക്തി കുറഞ്ഞു. ചക്രവാത ചുഴി കേരളത്തിന്റെ വടക്കോട്ട് നീങ്ങിയതോടെ മധ്യ കേരളത്തിൽ നിന്ന് വടക്കൻ കേരളത്തിലേക്കാണ് അതിതീവ്ര മഴ എത്തിയിട്ടുള്ളത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിതീവ്ര മഴയാണ് പ്രതീക്ഷിക്കുന്നത്. റെഡ് അലേർട്ട് ജില്ലകളിൽ 24 മണിക്കൂറിൽ 204.4 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് അതിതീവ്രമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മഴയ്ക്കൊപ്പം ഇടിയും മിന്നലുമൊക്കെ തന്നെയുണ്ട്. 40 മുതൽ 50 കിലോമീറ്റർ വേഗതയിലാണ് കാറ്റുണ്ടാവുക. കേരളം മുഴുവൻ ശക്തമായ മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മേധാവി അറിയിച്ചിരിക്കുന്നത്. വ്യാഴാഴ്ചയോടെ മഴ ദുർബലമാകുമെന്നും പറയുന്നുണ്ട്. എന്നാൽ വടക്കൻ കേരളത്തിൽ ശനിയാഴ്ച വരെ മഴ തുടരാമെന്നും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും കേരളത്തിലുള്ള ജനങ്ങളും കരുതിയിരിക്കുക. കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് കാലാവസ്ഥാ വകുപ്പ് എപ്പോഴും തരുന്നതാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കടൽ തീരത്തുള്ളവരും അതുപോലെ തന്നെ നദീതീരങ്ങളുടെ പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണം. ഭരണാധികാരികളുടെ നിർദ്ദേശം ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ സുരക്ഷിതമായിട്ടുള്ള ഇടങ്ങളിലേക്ക് മാറി താമസിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. പെട്ടെന്നായിരിക്കും അപ്രതീക്ഷിതമായിട്ട് ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കുക. പോയ വർഷങ്ങളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള പല ദുരന്തങ്ങൾക്കും നമ്മൾ സാക്ഷികളായതാണ്. അതുകൊണ്ട് നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടതാണ്.